أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله الذي جعل كعبة البيت الحرام قياما للناس والشهر الحرام وجعلها مثابة للناس وأمنا للأنام، وأشهد أن لا إله إلا الله وحده لا شريك له ذو الجلال والإكرام، وأشهد أن سيدنا محمدا عبد الله ورسوله عليه أفضل الصلوات والسلام، وعلى آله وأصحابه وأتباعه البررة الأعلام. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികൾ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തുടർച്ചയായി നടന്നു പോരുന്ന QHLS ക്ലാസിൻ്റെ മറ്റൊരു ദിവസത്തിലാണ് നമ്മളുള്ളത്. സൂറത്തുൽ ഹജ്ജാണ് നമ്മുടെ വിഷയം. സൂറത്തുൽ ഹജ്ജിലെ 27-ാമത്തെ ആയത്ത് വരെയാണ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കുള്ളത് 28-ാമത്തെ ആയത്താണ്. ആദ്യം ഞാനൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഞാനൊന്ന് ഫുള്ളായിട്ട് ഓതാം, എന്നിട്ട് കൂടെ ഓതാം. ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാതിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. ഇനി എൻ്റെ കൂടെ ഓതാം. ലിയശ്ഹദൂ മനാഫിഅ ലഹും ويذكر اسم الله في أيام معلومات ويذكر اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام. ശ്വാസം കിട്ടാത്ത പ്രശ്നമുണ്ടോ? ഇത്ര വലിയ ആയത്താകുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ ഓതി ശീലിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആവട്ടോ. നമ്മൾ സാധാരണ ഖുർആനിൽ നോക്കി ഓതുമ്പം ഇങ്ങനെ ചെറിയ ശബ്ദത്തിലല്ലേ ഓതാറുള്ളത്. കുറച്ച് നല്ല ഉച്ചത്തിൽ ഓതിയാൽ നമ്മളെ അക്ഷരങ്ങളൊക്കെ വെടിവാകും, സ്ഫുടത വരും, വ്യക്തത വരും. ഈ ഹിഫ്ലു കോളേജിൽ പോയാൽ മനസ്സിലാകും, കുട്ടികൾ ഇങ്ങനെ അട്ടഹസിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഇവലെന്തെങ്ങനെ ആർക്കണമെന്ന്. ശരിക്കും അത് ഒരു സൗണ്ട് പ്രോസസ്സ് കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല ബ്രീത്ത് കിട്ടാനും അതേപോലെ അക്ഷരങ്ങളൊക്കെ സ്ഫുടതയോടുകൂടി വ്യക്തതയോടുകൂടി വരാനൊക്കെ അത് ഉപകരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ പള്ളിയിൽ നിന്നല്ല, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുറച്ചൊക്കെ നല്ല ശബ്ദത്തിൽ ഓതി കഴിഞ്ഞാൽ ക്രമേണ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. നമുക്ക് ആദ്യ ഒരു ആയത്ത് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് പിന്നെ അടുത്ത ആയത്ത് പാരായണം ചെയ്ത് അങ്ങനെ പോകാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ അതിലൊരു തജ്വീദ് നിയമങ്ങളൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം. ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാതിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അതിൽ തുടക്കത്തിലൊന്നും പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. ഫീ അയ്യാമിൻ മഅലൂമാത്ത്, ഫീ എന്നുള്ളിടത്ത് എന്താണ്? മദ് മുൻഫസിലാണ്. നമുക്ക് 6 അനക്കം വരെ നീട്ടാവുന്നതാണ്, അല്ലെങ്കിൽ 4 അനക്കം കൊണ്ട് മതിയാക്കാവുന്നതുമാണ്. മഅലൂമാതിൻ അലാ മാ റസഖഹും. മഅലൂമാതിൻ എന്ന് പറയുമ്പോൾ അവിടെ ഇൽഹാറാണ്. മഅലൂമാതിൻ എന്ന് പറഞ്ഞിട്ട് നൂനിനെ നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമാക്കി സ്ഫുടമാക്കി തന്നെ പറയണം. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. ഒന്ന് മീമും ഇദ്ഗാം കൂട്ടിച്ചേർത്തിട്ട് ഒറ്റ മീമാക്കിയിട്ടാണ് പറയാം. അലാ മാ റസഖഹും, അതാണ് രണ്ടാമത്തെ മീമിന് എന്ത് ചെയ്തത്? ഷദ്ദിട്ട് കൊടുത്തത്. മിൻ ബഹീമത്തിൽ അൻആം അവിടെ ഇഖ്ലാബാണ്. നൂനിന് സുക്കൂന് ബാ വന്നു. അപ്പം അതിന് നമ്മളൊരു ഇഖ്ലാബ് ചെയ്തിട്ട് രണ്ടും കൂടി മാറ്റിയിട്ട് മീമാക്കിയിട്ടാണ് ഓതുക. അതാണ് അതിൻ്റെ മേലെ ഇങ്ങനെ ചെറിയൊരു മീമിൻ്റെ ചിഹ്നം കൊടുത്തത്. സുക്കൂനായ നൂനും ബാവും വന്നു കഴിഞ്ഞാൽ അത് മീമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൽബ് ചെയ്യും, മാറ്റും.
പിന്നെ ഫക്കുലു മിൻഹ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. അൽ ബാഇസൽ ഫഖീർ എന്നുള്ളിടത്ത് എന്താണ്? അവിടെ മദ് ലാസിമാണ്. നമ്മൾ 6 അനക്കം വരെ നീട്ടൽ നിർബന്ധമാണ്. അപ്പം ഇനി അതിൻ്റെ അർത്ഥം പറയാം. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളംബരം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല ബൈത്തുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ ഒരു വമൻ യുരിദ് ഫീഹി ബിൽഹാദി ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം എന്നൊക്കെ പറഞ്ഞിട്ട് മസ്ജിദുൽ ഹറാമിൻ്റെ ഒരു പവിത്രതയെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറയും വൈദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി. ഇബ്രാഹിം അലൈഹിസ്സലാമിന് നമ്മൾ എന്ത് ചെയ്തു? ബൈത്തുൽ ഹറാമിൻ്റെ സ്ഥാനം വ്യക്തമാക്കി കൊടുത്തു. എന്നിട്ട് അവിടെ പള്ളി പണിയാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. ലിത്വാഇഫീന വൽ ആക്കിഫീന വർ റുക്കഇ സുജൂദ്, അവിടെ ത്വാഫ് ചെയ്യുന്ന ആളുകൾക്ക്, റുക്കൂ സുജൂദ് ചെയ്യുന്ന, ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് പറയണം വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നീ ജനങ്ങൾക്ക് എന്ത് ചെയ്യുക? ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുക. യഅതൂക റിജാലൻ, അവർ നടന്നു വരും. അതേപോലെ ഉണങ്ങിയ അവശരായിട്ടുള്ള കാലികളുടെ പുറത്ത് അവർ അങ്ങനെയൊക്കെ കയറി എന്ത് ചെയ്യും? താങ്കളുടെ വിളിക്കുത്തരം നൽകിയിട്ട് ലോകത്തിൻ്റെ വിദൂര ദിക്കുകളിൽ നിന്ന് അവരെത്തുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം. അതിനുശേഷം പറയണമെന്ന് എന്താണ് ഹജ്ജിൻ്റെ മഖ്സദ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം? ലിയശ്ഹദു മനാഫിഅ ലഹും, അവർ ഷാഹിദാവുന്നതിന് വേണ്ടിയിട്ടാണ്, അവർ സാക്ഷിയാകുന്നതിന് വേണ്ടിയിട്ടാണ്. മനാഫി അലഹും, അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ. മനാഫി അലഹും ആദ്യം മൊത്തത്തിൽ അർത്ഥം പറയാം ആയത്തിൻ്റെ. വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്, രണ്ടാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ നാമം അവർ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട്. വയദ്കുറു ഇസ്മല്ലാ, അള്ളാഹുവിൻ്റെ നാമം പറയുന്നതിന് വേണ്ടിയിട്ട്. ഫി അയ്യാമി മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ. മഅലൂമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ദിവസങ്ങളാണ്. അത് പണ്ട് എല്ലാവർക്കും അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന നിലക്കാണ് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സൂറത്തുൽ ബഖറയിലെ അയ്യാമി മഅദൂദാത്ത് എന്ന അർത്ഥത്തിലും പ്രയോഗിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഉപജീവൻ നൽകിയ കന്നുകാലികളുടെ മേലെ അവർ അള്ളാഹുവിൻ്റെ നാമം അറിയപ്പെട്ട അന്നുള്ള ദിവസങ്ങളിൽ പറയുന്നതിന് വേണ്ടിയിട്ടും അത് ഒരു മൊത്തത്തിലാണത് പൂർത്തീകരിക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ഫകുലു മിൻഹ, അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഭക്ഷിക്കുക. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, അതുപോലെ തന്നെ തീരെ സമ്പത്തില്ലാത്ത, ബുദ്ധിമുട്ടുള്ള, പ്രയാസപ്പെട്ടുന്ന ദരിദ്രൻ, പരവശനായ ദരിദ്രൻ എന്നാണ് ബായിസൽ ഫഖീർ എന്നുള്ളതിനൊക്കെ മലയാളത്തിൽ അർത്ഥം പറയുന്നത്. ബായിസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള, പ്രയാസമുള്ള, മഷക്കത്തുള്ള, സ്വന്തമായി കാര്യങ്ങൾ നോക്കാൻ കഴിയാത്ത ആൾ. അത് ഫക്കീർ എന്ന് പറയുമ്പം ഇത് രണ്ടും ബായിസിൻ്റെ സിഫത്താണ്, അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയാണ് ഫക്കീർ. രണ്ടും ഒന്ന് തന്നെയാണ്. ബായിസൽ ഫഖീർ എന്നുള്ളത് ഒറ്റ സംഗതിയാണ്. അപ്പോൾ അഥവാ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ തനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എന്നാൽ അത് ജനങ്ങളോടൊന്നും പറഞ്ഞു നടക്കാതെ, എന്നാൽ അത് തൻ്റെ ഉള്ളിൽ മാത്രം കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുക. ഫക്കുലു മിൻഹ, നിങ്ങൾ ഭക്ഷിക്കുക, ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. അൽ ബാഇസൽ ഫഖീർ, ഇതുപോലെ പരവശനായ ദരിദ്രനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഭക്ഷിപ്പിക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരൊറ്റ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനേകം കാര്യങ്ങൾ പറഞ്ഞു. ലിയശ്ഹദു മനാഫിഅ ലഹും, ഒന്ന്. വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്, രണ്ട്. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, മൂന്ന്. ഫകുലു മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ കഴിക്കുക. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, 5. ഇങ്ങനെ 5 കാര്യങ്ങൾക്കും അതിൻ്റെതായ വളരെ വിശാലമായിട്ടുള്ള വിശദീകരണങ്ങളുണ്ട്. ഇതാണ് ഖുർആനിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. കുറഞ്ഞ ആയത്തുകളിൽ, കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നും ഖുർആൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തഫ്സീറുകൾ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ വിശദീകരണങ്ങൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു സംഗതി. രണ്ടാമത്തെ സംഗതി, അന്ത്യനാൾ വരെയുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന മാർഗനിർദ്ദേശങ്ങളാണ്. അപ്പോൾ വളരെ കോറായിട്ടുള്ള, വളരെ സത്തയടങ്ങുന്ന ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു പോകും. എന്നിട്ട് എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വിശദീകരണങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളും നമുക്ക് അറിയിച്ചു നൽകുകയും ചെയ്യും. അങ്ങനെയാണ് ഖുർആനിൻ്റെ ഒരു ശൈലി. അപ്പോൾ നമ്മളൊരു ഖുർആൻ തഫ്സീർ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒന്ന്, നമ്മളൊരു പേജ് പഠിക്കുകയാണെങ്കിൽ ആ പേജിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം വായിക്കണം. എന്നിട്ടാണ് നമ്മൾ തഫ്സീർ വായിക്കേണ്ടത്. മൊത്തത്തിലുള്ള ട്രാൻസ്ലേഷൻ വായിക്കുക, എന്നിട്ടാണ് തഫ്സീർ വായിക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആൻ A to Z എന്ത് ചെയ്യണം? ആദ്യം മൊത്തത്തിലൊന്ന് വാക്കർത്ഥം വായിക്കണം, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? തഫ്സീർ വായിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത്രയ്ക്കധികം ഹിമ്മത്തില്ലാത്തത് കൊണ്ട്, അത്രയധികം ആവേശമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരായത്ത് 2 ആയത്തൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ തഫ്സീർ ആദ്യം അർത്ഥം വായിച്ചിട്ട് തഫ്സീർ വായിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ കാരണം അർത്ഥം വായിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും? തഫ്സീർ വായിക്കുന്ന സന്ദർഭത്തിൽ ദൂരീകരിക്കപ്പെടും. എന്തായാലും നമുക്ക് ഇതിൻ്റെ ചെറിയൊരു വിശദീകരണത്തിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താണ് ഹജ്ജിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചിലതൊക്കെ ഇവിടെ പറയുന്നു, മറ്റ് ചിലത് മറ്റ് സന്ദർഭങ്ങളിൽ വേറെ ചില സൂറത്തുകളിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. ലിയശ്ഹദു മനാഫിഅ ലഹും, അവർക്ക് മൻഫഅത്തുള്ള, ഉപകാരമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ? അവർ സാക്ഷിയാവാൻ വേണ്ടിയിട്ട്.
ഇപ്പം മൻഫാത്ത് എന്ന് പറയുന്നത് പൊതുവേ ദുന്യവിയായ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. അഥവാ അവർക്ക് ദുന്യാവിൻ്റെ മൻഫാത്തുണ്ട്. ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പരലോകത്തിൻ്റെയും ഉപകാരങ്ങൾ അവർക്ക് ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. എന്തൊക്കെയാണ് ദുന്യാവിൻ്റെ ഉപകാരങ്ങൾ? അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടത്തിൻ്റെ വലിയൊരു സ്രോതസ്സായിരുന്നു, വലിയൊരു സന്ദർഭമായിരുന്നു, അവസരമായിരുന്നു. അവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഹജ്ജ് എന്ന് പറയുന്നത്. അത്രയും ആളുകൾ വരികയല്ലേ, അവിടെ താമസിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഹജ്ജ് എന്ന് പറയുന്നത് മക്കയിലുള്ള ആളുകൾക്ക് അതൊരു വലിയൊരു സീസൺ തന്നെയാണ്. അവരുടെ ജീവിതശൈലിക്ക് ആ ഒരു സന്ദർഭത്തിൽ മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൻ്റെ കാലഘട്ടങ്ങൾ, ഹജ്ജിൻ്റെ മാസങ്ങളൊക്കെ പവിത്രമാക്കി. അന്നേ സന്ദർഭത്തിൽ യുദ്ധങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാത്രക്ക് പോകാനും അതുപോലെ തന്നെ കച്ചവട സംഘങ്ങളുമായിട്ട് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും അങ്ങനെ ക്രയവിക്രയങ്ങൾ നടത്താനും വിനിമയങ്ങൾ നടത്താനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസ്തുത മാസത്തെയും ആ സന്ദർഭത്തെയും ഒക്കെ അവസരമാക്കി കൊടുത്തു. അതാണ് ഒന്നാമത്തെ സംഗതി, ദുനിയവിയായിട്ടുള്ള അവരുടെ ഇത്തരം ഗുണങ്ങൾ, നേട്ടങ്ങൾ. അറബികൾ ഖുറൈശികൾ അറബികളുടെ കേന്ദ്രമായി മാറുന്നത്, അറബികളുടെ നേതാക്കളായി മാറുന്നതൊക്കെ ഈ ഹജ്ജുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള അതിമഹത്തരമായ പ്രതിഫലങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഹജ്ജിൻ്റെ പ്രതിഫലം ഒന്നെന്താണ്? അവൻ്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അവൻ്റെ എല്ലാ തിന്മകളും മായ്ച്ചു കളയപ്പെടുന്നതാണ്. അത് തന്നെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത്. മാത്രമല്ല സൂറത്തു ബഖറയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്, അള്ളാഹുവിൻ്റെ നാമത്തെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫി അയ്യാമി മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ എന്താണ്? ഹജ്ജിൻ്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ദിവസങ്ങളാണ്. അതായത് ഇബ്രാഹിം നബിയുടെ കാലം തൊട്ടേ ഇത് അറിയപ്പെടുന്ന ദിവസങ്ങളാണ്. അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത് എന്ന് സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. വദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅദൂദാത്ത് എന്ന് സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട്. ഹജ്ജിൻ്റെ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട മാസങ്ങളാകുന്നു, എല്ലാവർക്കും അറിയത്. അങ്ങനെ അറബികൾക്കിടയിൽ അത് വളരെയധികം പ്രചാരമുള്ള മാസങ്ങളായിരുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ മറ്റു പറയുന്നത് എന്താണ്? വദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅദൂദാത്ത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം വദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുക. അതെന്താ അന്ന് മാത്രം സ്മരിച്ചാൽ മതി എന്നല്ല, മറിച്ച് അത് എണ്ണപ്പെട്ട ദിവസങ്ങളാകുന്നു. നമ്മൾ പറഞ്ഞല്ലേ കടഞ്ഞെടുത്ത സത്ത എന്നൊക്കെ പറയുന്ന പോലെ അത്ര വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുള്ള അള്ളാഹു അനേകം പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള ദിവസങ്ങളാകുന്നു അത് എന്നുള്ളതാണ്. എന്താണ് ഈ അയ്യാമി മാലൂമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഒരു അഭിപ്രായ പ്രകാരം ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 10 വരെയാണ്. നമുക്കറിയാം അയ്യാമു അൽ അശ്രി അൽ അവൈൽ മിൻ ദുൽഹിജ്ജ, അതായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളുടെ പ്രത്യേകതകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കർമ്മത്തിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത് ഇന്നേ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കാകുന്നു. ഈ ദുൽഹിജ്ജ 10 ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ ദുൽഹിജ്ജ 10 ചെയ്യുന്ന അമലുകളാകുന്നു. ഒരു പക്ഷേ റമദാനെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിലുള്ളൊരു ഫദ്ല് റമദാനിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാകുന്നു എന്ത്? റമദാനിലെ അവസാനത്തെ 10 ദിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. പക്ഷേ ജനങ്ങൾക്ക് അധിക ആളുകൾക്കും അത് അറിയുകയില്ല എന്നുള്ളതാണ്. റമദാനിൻ്റെ ആ ദിനങ്ങളെ പറ്റി ഖുർആനിൽ ഇതുപോലെ ദുൽഹിജ്ജയെ പരാമർശിച്ചതുപോലെ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നും കൂടി എന്താണ് ഒരു വാസ്തവമാണ്. അപ്പം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാണെന്നുള്ളതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? ദുൽഹിജ്ജ 10 മുതൽ 13 വരെയുള്ള ദിവസം, 10, 11, 12 അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ കൂടി. വേറെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10, 11, 12 ഈ 3 ദിവസങ്ങൾ. എങ്ങനെയായാലും ഈ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കർമ്മം എന്താണ്? ഫഅക്സിറു ഫീഹിന്ന മിന തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അന്നേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ധാരാളമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് അന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ കർമ്മം. അത് ഈ ആയത്തിൽ നിന്നുകൂടി എടുക്കപ്പെട്ടതാണ്. വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. ഫി അയ്യാമി മഅലൂമാത്ത് ഈ അറിയപ്പെട്ട ദിനങ്ങളിൽ. അലാമ റസഖഹു മിൻ ബഹീമത്തിൽ അനാം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റിസ്ക് നൽകിയ, ഉപജീവനം നൽകിയ കന്നുകാലികളുടെ മേലെ. അപ്പോൾ കന്നുകാലികളുടെ മേലെ അള്ളാഹുവിനെ സ്മരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കന്നുകാലികളെ ബലി കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഹാജിമാർക്ക് എന്നിട്ട് യൗമുൻ നഹറിൽ അഥവാ ബലിദിനത്തിൽ ബലികർമ്മമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ബലി പെരുന്നാളിൽ, ഹജ്ജ് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ബലി പെരുന്നാളിലും അതുപോലത്തെ
ബലികർമ്മം നിർവഹിക്കേണ്ടതുണ്ട്. ബലികർമ്മത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കറിയാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബലികർമ്മത്തിന് സാധ്യമാകുന്ന ആളുകൾ അത് ചെയ്യാതെ നമ്മുടെ മുസല്ലയിലേക്ക് എന്ത് ചെയ്യേണ്ടതില്ല, വരേണ്ടതില്ല, നമസ്കാരത്തിന് വരേണ്ടതില്ല എന്നുള്ളതാണ്. എന്നല്ല, ചില മദ്ഹബിൻ്റെ ഇമാമുമാരുടെ അഭിപ്രായ പ്രകാരം കടം വാങ്ങിയിട്ടാണെങ്കിൽ കൂടി നമുക്ക് വീട്ടാൻ കഴിയുമെന്നല്ല, ഒരു മാസം കൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ വീട്ടാൻ കഴിയും എന്നുള്ള രൂപത്തിലുള്ള കടമാണെങ്കിൽ, അങ്ങനെ വാങ്ങിയിട്ടാണെങ്കിലും അവൻ ബലികർമ്മം നിർവഹിച്ചു കൊള്ളട്ടെ എന്ന് ഇമാമിയങ്ങൾ നമ്മെ ഉണർത്തുന്നുണ്ട്. അത്രയധികം പ്രതിഫലമുള്ളൊരു കാര്യമാകുന്നത് ബലികർമ്മം എന്നുള്ളത്. അപ്പം ഹജ്ജിൻ്റെ സമയത്തുള്ള ബലികർമ്മമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്യണം. 2, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യണം. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതി, ബലി കഴിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുള്ള ഒരു ഇബാദത്താകുന്നു, ഒരു ആരാധനയാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ തൊട്ട് കൽപ്പിച്ചാൽ അത് ആരാധനയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അള്ളാഹു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മോട് പറഞ്ഞു, അപ്പോൾ അതൊരു ആരാധനയാണ്. ആരാധനയായി കഴിഞ്ഞാൽ എന്താണ്? അത് അല്ലാത്ത വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും വേണ്ടിയിട്ട് ബലികർമ്മം നിർവഹിക്കുക പാടില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ നേർച്ചക്കും അല്ലെങ്കിൽ മറ്റു വഴിപാടിനും ഇതിനൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബലികർമ്മം ചെയ്യാൻ പാടില്ല. ഇനി അള്ളാഹുവിൻ്റെ പേരിലാണെങ്കിൽ കൂടി അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അള്ളാഹു അക്ബർ ബിസ്മില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥിട്ടും കാര്യമില്ല. നേർച്ചക്കും ഉറൂസിനും ആണ്ടിനൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ പേരിലാണ് എന്നതുകൊണ്ട് മാത്രം കാര്യം, അള്ളാഹുവിന് വേണ്ടി മാത്രമാകണം. പിന്നെ അള്ളാഹിൻ്റെ പേരിലല്ലെങ്കിൽ പിന്നെ അത് പിന്നെ വീണ്ടും എന്താണ്, ദുൽമൻ അല ദുൽമാണ്, ഒന്നിൻ്റെ മേലെ എന്താണ് കൂടുതൽ തിന്മയിലേക്ക് അത് മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല നേർച്ചകളും പല വഴിപാടുകളും എന്തല്ല, അള്ളാഹുവിൻ്റെ നാമത്തിലല്ല. അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് അനുവദനീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൊയ്യിബാത്ത്, ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു നിബന്ധന എന്താണ്? അത് അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുത്ത ഭക്ഷണമാകുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, വയദ്കുർ ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കന്നുകാലികളെയും ഇക്കണ്ട സൗകര്യങ്ങളെയും സംവിധാനങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്. അള്ളാഹു നമുക്ക് ഉപജീവനം നൽകിയിട്ട് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബലികർമ്മം നിർവഹിക്കുകയോ അള്ളാഹുവിൻ്റെ പേരിൽ അല്ലാതെ നമ്മൾ ബലികർമ്മം നിർവഹിക്കുകയോ എന്നൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അള്ളാഹുവാണ് നമുക്ക് എല്ലാ സംഗതിയും തരുന്നത്. എന്നിട്ടൊരു വളരെ നിഷിദ്ധമായിട്ടുള്ള നന്ദികേടാകുന്നു ശിർക്ക് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അള്ളാഹുവാണ് നമ്മുടെ റാസിഖ്, അള്ളാഹുവാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഉപജീവനം നൽകുന്നത്. എന്നിട്ട് ഇതൊക്കെ വാങ്ങിയിട്ട് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ അർപ്പിക്കുക എന്നുള്ളത് നിഷിദ്ധമായ നന്ദികേടാകുന്നു, വളരെ വലിയ നന്ദികേടാകുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസഖഹും, അള്ളാഹു അവർക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് എന്ന് പറയുന്നത്. ഫകുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. വഅത്ഇമു, നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. അൽ ബാഇസ് അൽ ഫഖീർ, പരവശനായിട്ടുള്ള ഫക്കീറായിട്ടുള്ള ആൾ. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഫക്കുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. അപ്പോൾ നമ്മൾ ബലി പെരുന്നാളിൽ അറക്കുന്ന ബലികർമ്മത്തിൻ്റെ മാംസത്തിൽ നിന്ന് കഴിക്കുക എന്നുള്ളത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഫക്കുലു മിൻഹ വഅത്ഇമുൽ ബാഇസ് അൽ ഫഖീർ, അതേപോലെ പരവശനായിട്ടുള്ള ഫക്കീറായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ബലിമാംസം എന്താണ് ചെയ്യേണ്ടത് എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, നമ്മൾ കഴിക്കുക, പിന്നെ എന്ത് ചെയ്യുക, പാവപ്പെട്ടവർക്ക് നൽകുക. അപ്പോൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അനേകം അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത പേജിലും എന്ത് ചെയ്യുന്നുണ്ട്, ഖാനി അവൽ മുഅ്തർ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്തുത വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ ആ ബലി അർത്ഥ ഭക്ഷണത്തിൽ നിന്ന്, മാംസത്തിൽ നിന്ന് കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം എന്താ? ഫകുലു മിൻഹ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ അതിൽ നിന്ന് കഴിക്കുക. അപ്പോൾ ഒരു അമ്ര്, ഒരു കൽപ്പന എന്ന് പറഞ്ഞാൽ അത് വുജൂബിനെ അറിയിക്കുന്നു എന്നാണ്. ഒരു കാര്യത്തെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചാൽ അത് നിർബന്ധമായി. ഓക്കെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചല്ലോ ഫകുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ബലിമാംസത്തിൽ നിന്ന് കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതാണ് ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷേ അതിൽ ശരിയായിട്ടുള്ള അഭിപ്രായം അത് മുസ്തഹബാകുന്നു, അത് സുന്നത്താകുന്നു, അതുപോലെ തന്നെ അത് അനുവദനീയത്തെ ആണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? അറബികൾക്കിടയിൽ ഒരു പ്രചാരം ഉണ്ടായിരുന്നു, നമ്മൾ ബലി കഴിച്ച ഭക്ഷണത്തിൽ നിന്ന്, മാംസത്തിൽ നിന്ന് നമ്മൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. നേർച്ചയ്ക്ക് പണ്ട് നമ്മളെ നാട്ടിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളൊന്നും കണ്ടിട്ടില്ല. നേർച്ചയ്ക്ക് വേണ്ടി ഒരു കോയിനാക്കുക അല്ലെ ആടിനാക്കുക, പിന്നെ അതിനാരും തൊടൂല, അതിനാരും ഒന്നും ചെയ്യാൻ പാടില്ല, അതിനെ ഭക്ഷിക്കാൻ പാടില്ല, അതിനെ ഉപദ്രവിക്കാൻ പാടില്ല, അങ്ങനെ തുടങ്ങിയിട്ട് അത് നമ്മളെ നാട്ടിലെ നേർച്ചക്കാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള നേർച്ചയല്ല. അങ്ങനെ ചെയ്യുന്നൊരു പ്രവണത അറബികൾക്കിടയിലും ഉണ്ടായിരുന്നു. അതായത് ബലിമാംസത്തിൽ നിന്ന് അവർ കഴിക്കൂല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല, ഫകുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് കഴിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു ഒരു നിരോധം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം പറയുന്ന അമ്ര്, അതിനുശേഷം വരുന്ന കൽപ്പന എന്തല്ല,
അത് വുജൂബിനെ അറിയിക്കുന്നില്ല, നിർബന്ധത്തെ അറിയിക്കുന്നില്ല. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. അല്ലയോ സത്യവിശ്വാസികളെ, ജുമുഅ ദിവസം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമസ്കാരത്തിലേക്ക് വരിക. വദറുൽ ബൈഅ, കച്ചവടം ഒഴിവാക്കണം. ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫൻതശിറു ഫിൽ അർദ്, നമസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഭൂമിയിലേക്ക് വിന്യസിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അംറായിക്കൊണ്ട്, കൽപ്പനയായിക്കൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ അതൊരു നിർബന്ധമാണോ? അതാണ് ജുമുഅ കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്ന് ഉറങ്ങിക്കൊണ്ട് കച്ചവടത്തിന് പോയിക്കോളൂ അല്ലെങ്കിൽ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറയുന്നത് ഒരു നിർബന്ധമല്ല. കാരണം എന്താണ്? അതിന് മുമ്പ് ഒരു നിരോധം വന്നിട്ടുണ്ട്. അത് നമ്മൾ ഉസൂൽ ഫീഖിലൊക്കെ പഠിക്കുന്ന കായികകളാണ്, അടിസ്ഥാന തത്വങ്ങളാണ്. ഒരു നിരോധം വന്നതിന് ശേഷം, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു നിരോധമായി തോന്നുന്ന ഒരു കാര്യത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെന്നില്ല, അംറിനെ, നിർബന്ധത്തെ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫക്കുലു മിൻഹ എന്ന് പറഞ്ഞത്. അത് മുസ്തഹബാണ്, അനുവദനീയമായ കാര്യമാണ്. അല്ലെങ്കിൽ അതെന്താണ്? സുന്നത്തായ കാര്യമാണ്, അതിൽ നിന്ന് കഴിക്കുക എന്നുള്ളത്. സുന്നത്താണെന്ന് പറയാനുള്ള കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പ്രവാചകൻ അവിടുന്ന് അറുത്ത മാംസത്തിൽ നിന്ന്, ബലിമാംസത്തിൽ നിന്ന് ഭക്ഷിച്ചിരുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമാലക്കും അല്ലാ തഅകുലു മിമ്മാ ദുക്കിറ സ്മുല്ലാഹു അലൈഹി, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച മാംസത്തിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് കഴിക്കുന്നില്ല? അത് അറബികൾക്കിടയിൽ പണ്ട് ഈ പ്രവണത ഉണ്ടായിരുന്നു, ബലിമാംസത്തിൽ നിന്ന് കഴിക്കൂല എന്നുള്ളത്. അപ്പോൾ അള്ളാഹു ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് കഴിക്കുന്നില്ല? ബലിമാംസത്തിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് കഴിക്കുന്നില്ല? അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉച്ചരിച്ച് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇത്തരം ഒരു നല്ലൊരു കർമ്മത്തിൽ ബലി കഴിപ്പിക്കപ്പെട്ട ഒരു മൃഗത്തിൻ്റെ മാംസം കഴിക്കുക എന്നുള്ളത് അത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യമാണ്. അതിൽ അള്ളാഹു ബറക്കത്തും നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, ബായിസായ ഫക്കീറായ ആളുകൾക്കാണ് നമ്മൾ നൽകേണ്ടത്, അഥവാ പാവപ്പെട്ട ആളുകൾക്ക്. ഇതിൽ ഒന്ന്, ബലിമൃഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നമ്മൾ കഴിക്കണം, രണ്ട് പാവപ്പെട്ടവർക്ക് നൽകണം. അപ്പോൾ അതിൽ അഭിപ്രായത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ബലിമൃഗത്തെ നമ്മൾ രണ്ടായി, അതിൽ നിന്ന് കിട്ടിയ മാംസത്തെ രണ്ടായി വിഭജിക്കും. എന്നിട്ട് ഒന്ന് പാവപ്പെട്ടവർക്കും ഒന്ന് നമ്മൾക്കും. വേറൊരു അഭിപ്രായം പറയുന്നത് മൂന്നായിട്ട് വിഭജിക്കും എന്നുള്ളതാണ്. ഒന്ന് നമ്മൾക്ക്, അത് ആരാണോ ബലി കഴിച്ചത് അവർക്ക്, ആ വീട്ടിൻ്റെ ആളുകൾക്ക്. രണ്ടാമത്തെ ഹദിയയാണ്, അതായത് അവർക്ക് ഹദിയ നൽകാം, സമ്മാനമായിട്ട് നൽകാം. അയൽവാസികൾക്ക്, കുടുംബക്കാർക്ക്, അവർ ചിലപ്പോൾ പൈസക്കാരൊക്കെ ആയിരിക്കും, എന്നാൽ നമ്മുടെ കുടുംബക്കാർക്കും അയൽവാസികൾക്കും അതിൽ നിന്ന് 1/3 നൽകുന്നു. 1/3 എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക്. അതാണ് അധിക പണ്ഡിതന്മാരും തർജീഹ് ചെയ്തിട്ടുള്ള, പ്രബലമാക്കിയിട്ടുള്ള അഭിപ്രായം. അതിന് കാരണം സൂറത്തുൽ ഹജ്ജിൽ തന്നെ ഇനി വരുന്ന ഒരായത്തിൽ അത് കൂടുതലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന ഒരു പദം എന്ന് പറയുന്നത് അൽ ബാഇസ് അൽ ഫഖീർ, പരവശനായിട്ടുള്ള, ദരിദ്രനായിട്ടുള്ള ആളുകളാണ്. അഥവാ ഒരു പക്ഷേ നമ്മളെ നാട്ടിൽ അവന് കണ്ടാൽ എന്തായിരിക്കും, സമ്പത്തൊക്കെ ഉള്ള, പ്രയാസമൊന്നുമില്ലാത്ത ആൾക്കാരായിരിക്കും. എന്നാൽ അവരുടെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു ഇറച്ചിപ്പൊതി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. മനസ്സിലായോ? നമ്മൾ അല്ല, ഹജ്ജിന്റെ സമയത്ത് രണ്ടും നടക്കുന്നുണ്ടല്ലോ, നമ്മൾ കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഹജ്ജിന്റെ സമയത്ത് അത് ആ ഒരു അത്ഇമുൽ ബാഇസൽ ഫഖീർ നടക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഹജ്ജിന് ഈ കാലഘട്ടത്തിലൊക്കെ ഹജ്ജിന് ഇതുപോലെ ഇറക്കുന്ന ബലിമാംസം വിദൂര ദേശങ്ങളിലേക്ക്, ആഫ്രിക്കയിലൊക്കെ ഇതുപോലെ പാവപ്പെട്ട ആളുകളിലേക്കാണ് എത്തിക്കാറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് ഞാൻ കേട്ടതും നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ളതും. നമ്മൾ കഴിക്കാറില്ല എന്നേ ഉള്ളൂ. അതിനുള്ള സൗകര്യം മറ്റ് മാംസങ്ങളൊക്കെ കഴിക്കാറുണ്ട് ഹാജിമാരവിടെ. ഇനി ഇതിൽ നിന്ന് കഴിക്കാറുണ്ടോ, അതിനുള്ള സംവിധാനം ഉണ്ടോ എന്നറിയില്ല. ഇല്ല, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ ഉദ്ഹിയത്ത് ഇറക്കുമ്പോൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഭക്ഷിക്കുക. ഉദ്ഹിയത്ത് മുസ്ലിമുകൾക്ക് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ഹിയത്ത് കൊടുക്കാതിരിക്കുക. മുസ്ലിങ്ങൾക്കാണ് എന്തത് അതിൻ്റെ ഹക്കായിട്ടുള്ള ആളുകൾ. പിന്നെ മുറാഅത്തല്ലിൽ അവാത്തിഫ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മളിവിടെ വീട്ടിലിറക്കുമ്പം, പക്ഷേ ഉലുഹിയത്തിൻ്റെ അക്കീക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഉലുഹിയത്തിൻ്റെ ഭക്ഷണം മുസ്ലിങ്ങൾക്ക് കൊടുക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അഭിപ്രായം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, ഫഖീറായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ നൽകുക എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെ നാട്ടിലൊരു പക്ഷേ ധനികനെന്ന് തോന്നിപ്പിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷേ ഒരു ഇറച്ചിപ്പൊതി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളെ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഉദ്ദേശത്ത് വിതരണം ചെയ്യാൻ. ഉദ്ദേശത്ത് അറക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനാണ് ലിസ്റ്റ് ഇടുന്നത്, ഇതാർക്കൊക്കെ കൊടുക്കണം, അങ്ങോട്ട് എത്തിക്കണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് കൂടിയിരുന്ന് ആലോചിക്കുക തന്നെ വേണം. കാരണം പലപ്പോഴും കൊടുക്കുന്ന സമയത്ത് ഇനി ഇവിടെ ഇറച്ചിപ്പൊതി വേണ്ട, ഇവിടെ ആകെ ഫ്രിഡ്ജിൽ നിറഞ്ഞ് അങ്ങനെ കിട്ടി ഇടങ്ങേറായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഓൾക്ക് തന്നെ പിന്നെയും കൊണ്ടെടുത്തിട്ട് കാര്യമില്ല. എന്നാൽ പലപ്പോഴും കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ ഇത് ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഉദ്ഹിയത്ത് വിതരണം ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പുണ്യം നമുക്ക് ലഭിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അൽ ബായിസ് അൽ ഫക്കീർ. ബായിസ് പറഞ്ഞാൽ ഇല്ലാത്തവനാണ്, ഫക്കീർ എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥം പൂർത്തീകരിക്കപ്പെടുന്നത്. ബായിസും ഫക്കീറും ഒരേ അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള ആയത്ത്. അപ്പം അത് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. നിർത്തി ഒന്നും കൂടി പാരായണം ചെയ്യാം. ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. ഇവിടെ 3 കൽപ്പനകളാണ്. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് പറയാൻ മാത്രമുള്ള തജ്വീദ് നിയമങ്ങളൊന്നുമില്ല, സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. സുമ്മൽ യഖ്ലു തഫസഹും, നിങ്ങൾ അവരെന്ത് ചെയ്യട്ടെ, അതിനുശേഷം യഖ്ലു തഫസഹും, അവരവരുടെ മാലിന്യങ്ങൾ അഴുക്കുകൾ എന്ത് ചെയ്യട്ടെ, നീക്കിക്കൊള്ളട്ടെ. അതാണ് യഖ്ലു തഫസഹും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ യൂഫു നുദൂറഹും, അവരുടെ നേർച്ചകൾ നിറവേറ്റിക്കൊള്ളട്ടെ. വൽ യത്തവഫു ബിൽ ബൈത്തുൽ അതീഖ്, പുരാതനമായിട്ടുള്ള ഗേഹം, ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ടുള്ള ഗേഹം അവർ തവാഫ് ചെയ്തു കൊള്ളട്ടെ. ഈ 3 കൽപ്പനകളാണ് പറയുന്നത്. ഇതൊക്കെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തന്നെയാണ്. സുമ്മൽ യഖ്ലു തഫസഹും എന്ന് പറയുമ്പോൾ മാലിന്യങ്ങൾ നീക്കം ചെയ്തു കൊള്ളട്ടെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹജ്ജിൽ ഹാജിമാരായ ആളുകൾക്ക് ഇഹ്റാം കെട്ടിയതിന് ശേഷം ഒരുപാട് നിബന്ധനകളുണ്ട്, ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. മുടി വെട്ടാൻ പാടില്ല, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മറ്റ് രോമങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഹജ്ജിൻ്റെ സമയത്ത് പൊടിയും തിരക്കുമായിട്ട് അഴുക്ക്, പണ്ടത്തെ പോലെ ഇന്നത്തെ പോലെ അല്ലല്ലോ, പണ്ട് ഒരുപാട് ദിവസങ്ങളുണ്ടാവും. ഇഹ്റാം കെട്ടിയിട്ട് മീഖാത്തിൽ നിന്ന് ഇഹ്റാം കെട്ടി ഹജ്ജ് കഴിഞ്ഞ് കർമ്മങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുമ്പോഴത്തേന് ഒരുപാട് ദിവസങ്ങളായി. അപ്പം അത്രയും കാലം ഇയാൾ ഇഹ്റാം കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അഴുക്കുകളും മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യട്ടെ, നീക്കിക്കൊള്ളട്ടെ. അത് മുടി കളയാന്നുള്ളത് എന്താണ്, ഹജ്ജിൻ്റെ തന്നെ ഭാഗമാണ്, ആ കർമ്മത്തിൽപ്പെട്ടതാണ്. തഹല്ലുലാവുക എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽപ്പെട്ട ഒരു കാര്യം തന്നെയാക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണെന്ത്, മാലിന്യങ്ങളും മറ്റഴുക്കുകളൊക്കെ നീക്കിക്കൊള്ളട്ടെ. ഇസ്ലാം ഒരിക്കലും മാലിന്യങ്ങളെയും ഇതേപോലെ ജട പിടിച്ചിട്ട് കുളിക്കാതെ യാതൊരു വസ്ത്രത്തിലും മറ്റ് കാര്യങ്ങളിലൊന്നും അതിൻ്റെ വൃത്തിയെ സൂക്ഷിക്കാതെ ശുചിത്വത്തെ പാലിക്കാതെ നടക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് മറ്റ് മതങ്ങളിൽ എന്നല്ല, ഇസ്ലാമിലെ തന്നെ ചില അവാന്തര വിഭാഗങ്ങളിൽ അവർ മനസ്സിലാക്കണം എങ്ങനെയാണ്, കൂടുതൽ ആബിദായ ആൾ, വലിയ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്, അവരിങ്ങനെ കുളിക്കാതൊക്കെ ദുനിയാവിലൊന്നും ശ്രദ്ധിക്കാതെ കുളിക്കാതെ ഡ്രസ്സ് ഇടാതെ, അല്ലെങ്കിൽ ഡ്രസ്സ് തന്നെ എന്തെങ്കിലുമൊക്കെ വാരി കീറിയ ഡ്രസ്സ് ഇട്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരായിട്ടാണ് മറ്റ് മതങ്ങൾ കാണുന്നത്. സന്യാസിമാർ, പൂജാരിമാരൊക്കെ അങ്ങനെ ആയിരിക്കും. കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരടുക്കാൻ പറ്റില്ല. എന്നാൽ ഈ സൂഫികളുടെ കൺസെപ്റ്റിലും അങ്ങനെ തന്നെയാണ്. സൂഫികൾ മനസ്സിലാക്കണം അങ്ങനെയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊക്കെ സൂഫികളുടെ ഔലിയാക്കളൊക്കെ അങ്ങനെ ആയിരിക്കും, കുളിക്കാതെ, കണ്ടാൽ തന്നെ മുടിയും മര്യാദയ്ക്ക് വാരാതെ, താടിയൊക്കെ അങ്ങനെ അയച്ചു വിട്ട് അതന്നെ ഒരു മര്യാദയ്ക്ക് ചീകി ഒതുക്കി വെക്കാതെ, ഇങ്ങനെയുള്ള ആളുകളായിരിക്കും, കുളിക്കാതെ നടക്കുന്ന ആളുകളായിരിക്കും അവരുടെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ അത് ഹജ്ജിൻ്റെ ഭാഗം തന്നെയാണ്, ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ് എന്ത്, ഈ മുടി നീക്കം ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാമത് കൊടുക്കുന്ന വഹി എന്താണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ, താങ്കളുടെ വസ്ത്രത്തെ എന്ത് ചെയ്യുക, ശുദ്ധീകരിക്കുക, വറുജ്സ ഫഹജൂർ. അപ്പോൾ നമ്മുടെ വസ്ത്രത്തെ ശുദ്ധീകരിക്കുക, ശുദ്ധിയുള്ളവരായി നിൽക്കുക, ശുചിത്വം പാലിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ വലിയ ഒരു അടിസ്ഥാന തത്വമാണ്. മാത്രമല്ല പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വൃത്തികെട്ട സ്ഥലങ്ങളായിരിക്കും പിശാചിൻ്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ബാത്റൂം അതുകൊണ്ടാണ് പിശാചിൻ്റെ കേന്ദ്രമായി മാറിയത്. മാലിന്യങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ,
ദുർഗന്ധം വമിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയായിരിക്കും പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്ലാം ശുചിത്വത്തെ കൂടുതലധികം പ്രോത്സാഹിപ്പിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആർത്തവകാരിയായ സ്ത്രീ കുളിക്കണം, അതുപോലെ തന്നെ ജനാപത്തുള്ള ആൾ കുളിക്കണം, അങ്ങനെ തുടങ്ങിയിട്ട് അനേകം ശുചിത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിശാചിൻ്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ശുചിത്വമില്ലാത്ത, വൃത്തിയില്ലാത്ത, ദുർഗന്ധം വമിക്കുന്ന കേന്ദ്രങ്ങളാണ്. അത്തരം സ്ഥലങ്ങളായിരിക്കും. അതുകൊണ്ടുകൂടിയാണ് ഈ സാഹചര്യങ്ങളും പൂജാരികളൊക്കെ ഇങ്ങനെ ആവാനുള്ള കാരണം. കാരണം ഇവർ തമ്മിൽ പിശാചായിട്ട് കമ്പനിയാണല്ലോ, ചങ്ങായിമാരാണല്ലോ, ബായ് ആണ്. അപ്പോൾ പിശാചിന് ഇവരെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇവരിങ്ങനെ ആയിത്തീരണം, വൃത്തിയില്ലാതെ ശുചിത്വമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളായിട്ട് മാറണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാന തത്വം നമ്മൾ ഈ ഒരു ആയത്തിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. വൽ യൂഫു നുദൂറഹും, രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുന്നത് അവരവരുടെ നേർച്ചകൾ പൂർത്തീകരിച്ചു കൊള്ളട്ടെ. അപ്പോൾ നുദൂറുകൾ, നേർച്ചകൾ എന്ന് പറയുന്നത് എന്താണ് എന്ന വിശദീകരണത്തിൽ ഒന്ന് കാണുന്നത് ഹജ്ജിൻ്റെ തന്നെ ബാക്കിയുള്ള കർമ്മങ്ങളാണ്. കാരണം അതൊക്കെ ഒരു നേർച്ച എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേൽ നിർബന്ധമായ കാര്യമാണല്ലോ. ഇൻഷാല്ലാഹ് നേർച്ചയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഹജ്ജിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊള്ളട്ടെ, ഹജ്ജിൻ്റെ ബാക്കി കർമ്മങ്ങൾ അവർ പൂർത്തീകരിച്ചു കൊള്ളട്ടെ എന്നതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ചില ആളുകൾ ഹജ്ജിൻ്റെ സമയത്ത് ചെയ്യാൻ വെച്ചിട്ടുള്ള ചില നേർച്ചകൾ ഉണ്ടാവും. നമുക്കത് പോയിട്ട് വേണം അങ്ങനെ ഒരു ഹത്മ ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നേർച്ചകൾ നേർന്ന ആളുകൾ ആ നേർച്ച പൂർത്തീകരിച്ചു കൊള്ളട്ടെ എന്നതാണ്. മൂന്നാമത്തെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ സമയത്ത് ഇഹ്റാമിൻ്റെ എന്തെങ്കിലും മഹ്ദൂറാത്തുൽ ഇഹ്റാമിൽ നിഷിദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ കഫാറത്ത് നൽകണം. ആ കഫാറത്തിൻ്റെ കർമ്മങ്ങൾ, ആ അർത്ഥത്തിലുള്ള പ്രായശ്ചിത്തപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്ന അഭിപ്രായം പ്രസ്തുത ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൽ യൂഫു നുദൂറഹും, നേർച്ചകൾ നിർവഹിച്ചു കൊള്ളട്ടെ, നേർച്ചകൾ പൂർത്തീകരിച്ചു കൊള്ളട്ടെ. ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യമാണ്. യൂഫൂന ബിന്നദിരി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെയും അതേപോലെ സ്വർഗ്ഗനിവാസികളെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്ഹ് ചെയ്തുകൊണ്ട് അവരെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നേർച്ച പൂർത്തീകരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാക്കുന്നു. അപ്പം നമുക്കെന്ത് മനസ്സിലായി? നേർച്ച ഒരു ആരാധനയാണ്. അപ്പോൾ അത് അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഗതി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അല്ലാത്ത മറ്റൊരാൾക്ക് നൽകുക സാധ്യമല്ല. അത് ശിർക്കാകുന്നു, അത് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിന് തുല്യമാകുന്നു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ചകളും വഴിപാടുകളും ഒന്നും എന്തല്ല, ശിർക്കാകുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അനേകം നേർച്ചകൾ ഞാൻ ഓരോന്നിങ്ങനെ അതിൻ്റെ വിശദീകരണമായിട്ട് നൽകേണ്ടതില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ എന്നെക്കാൾ കൂടുതൽ അറിയാവുന്നതാണ്. നമ്മൾ ഈ സാമൂഹിക മാധ്യമങ്ങളിലും അതേപോലെ മറ്റ് കാര്യങ്ങൾക്ക് ഇടപഴകുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ കാലഘട്ടത്തിൽ പുതിയ നേർച്ചകൾ, ഇപ്പം കൊണ്ടോട്ടി നേർച്ചയൊക്കെ കുറേ കാലം ഇല്ലാതെന്നതിനും അപ്പോൾ പുതിയതായിട്ട് എന്താണ്, പുതിയ രൂപത്തിൽ പുതിയ കാലത്തിൻ്റെ പൊടിപ്പും തുങ്ങലൊക്കെ വെച്ചിട്ട് പഴയ വീഞ്ഞ് പുതിയ കുപ്പി എന്ന് പറഞ്ഞ പോലെ പുതിയ രൂപത്തിൽ എന്താണ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നേർച്ചയുടെ യഥാർത്ഥ അസ്ലിയായിട്ടുള്ള വിധി എന്താണ് ഇസ്ലാമിൽ? നേർച്ച എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കാത്തൊരു കാര്യം നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തിൻ്റെ മേലെ നമ്മുടെ മേലെ എന്ത് ചെയ്യാണ്, നിർബന്ധമാക്കുകയാണ്. നിർബന്ധമായ കാര്യം ആരും നേർച്ച തരില്ല. ഞാൻ എല്ലാ റമദാനും നോമ്പ് വിൽക്കുന്നു, എന്തായാലും നോമ്പ് വിൽക്കണം, പിന്നെ നേർച്ച തരേണ്ട ആവശ്യമില്ല. മറിച്ചൊരാൾക്ക് വേണമെങ്കിൽ നേർച്ച തരാൻ എന്ത്, എല്ലാ തിങ്കളാഴ്ചയും ഞാൻ നോമ്പ് നോൽക്കുന്നു, ഓക്കെ, എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കുന്നു എന്നുള്ള ഒരു നേർച്ചയാണ്. അതുപോലെ തന്നെ മുബാഹായ കാര്യങ്ങൾക്കും നേർച്ച തരാം. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നേർച്ചകളുണ്ട്. അപ്പോൾ മുബാഹായ കാര്യങ്ങളിലെ നേർച്ചകൾ എന്ത് ചെയ്യേണ്ടതില്ല, വീട്ടേണ്ടതില്ല, കഫാറത്ത് കൊടുത്താൽ മതി, വെറുതെ പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി മുസ്തഹബായ കാര്യങ്ങൾ, അതിലെന്താണ് അവസ്ഥ? അത് നമ്മൾ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക. പക്ഷെ അടിസ്ഥാനപരമായി നേർച്ച നേരുക എന്നുള്ളത് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല, മക്രൂഹായ കാര്യമാണ്. മക്രൂഹായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ആവശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നമ യുസ്തഖ്റജു മിനൽ ബഖീൽ എന്നാണ്. ഒരു ബഖീലായ ആളെടുത്ത്, ഒരു പിശുക്കനായ ആളെടുത്താണ് എന്ത് ചെയ്യുക, നേർച്ച വരിക. സാധാരണ ആൾക്കാരെങ്ങനെ നേർച്ച വരിക, ഇന്ത്യ അസുഖം മാറ്റി തന്നാൽ അല്ലാ ഞാനിങ്ങനെ നോമ്പൊൽക്കുക, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര പൈസ സക്കാത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ബലാബലാണ്, എനിക്കിങ്ങനെ തന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം, മനസ്സിലായോ? അപ്പോൾ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാര്യം നേർച്ചയാക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. ഒരു ബഖീല പിശുക്കനായ ആൾക്കാരുടെ അടുത്താണ് എന്ത് ചെയ്യുക, ഈ നേർച്ച പുറത്തേക്ക് വരിക, ഒന്നാമത്തെ സംഗതി. അതുകൊണ്ട് അതൊരു പിശുക്കനായ ആളുകളിൽ നിന്ന് വരുന്ന ഒരു കർമ്മമാകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പിന്നെ ഇടങ്ങാറായിക്കൊണ്ട് നമ്മളെ മേത്ത് നിർബന്ധമാക്കി പിന്നീട് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ പിന്നെ കഫാറത്ത് കൊടുത്ത് ഇങ്ങനെ നമ്മൾ സ്വയം നമ്മളെ പ്രയാസപ്പെടുത്തുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു എളുപ്പമാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ ഇടങ്ങാറാക്കേണ്ട ഒരു ആവശ്യം ഇല്ല. പിന്നെ എന്താണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്? നമുക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്. നമുക്ക്
എന്തെങ്കിലും ദുന്യവിൻ്റെ പ്രയാസങ്ങളുണ്ട്, ഇപ്പോൾ ഇതേപോലെ രോഗങ്ങൾ, മറ്റ് പ്രയാസങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ പ്രയാസമുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? അവരിങ്ങനെ നേർച്ച ചെയ്തിട്ട് അത് മാറിയിട്ട് പിന്നെ ഒരു സൽക്കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് എന്ത് ചെയ്യുക, ഞാൻ ഇത്തരം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തല്ലോ, അള്ളാഹു ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നീ എന്ത് ചെയ്യണം, ദൂരീകരിക്കണം എന്ന് പറയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം. അസുഖം മാറിയിട്ട് ഞാൻ 100 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ എത്ര പൈസ സ്വതക്ക ചെയ്യുക, ഇന്ന കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യം. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അസുഖം മാറാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ദുന്യാവിൻ്റെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കർമ്മം ചെയ്യരുത്. മനസ്സിലായോ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ കർമ്മത്തിന് എന്തില്ല, പരലോകത്ത് നമുക്ക് പ്രതിഫലമില്ല. ദുന്യാവിലെ എന്തെങ്കിലും തുച്ഛമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി ആവരുത് നമ്മുടെ കർമ്മങ്ങൾ. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ, പരലോകം എന്ന് പറയുന്നത് അതാകുന്നു ഖൈർ, അതാകുന്നു ബാക്കി നിൽക്കുന്നത്, വ അബ്ഖ, ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നത് അതാകുന്നു. നമ്മൾ ദുന്യാവിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പാപങ്ങൾ പുറത്തു തരും. മാത്രമല്ല അതിൽ നമ്മൾ ക്ഷമിച്ചതിൻ്റെ ഫലമായിട്ട് പരലോകത്ത് പ്രതിഫലം വേറെ നൽകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഒരിക്കലും ദുന്യാവിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാവരുത്. ഈ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ ഈ ഒരു കാര്യം പറയാന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. സൂറത്തുൽ ബഖറയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ചില ആൾക്കാർ എന്ത് ചെയ്യും, ഹജ്ജിന് പോകുമ്പോൾ ആൾക്കാർ ആദ്യം വരുന്ന ആഗ്രഹങ്ങൾ എന്തായിരിക്കും, നമ്മളോട് ഞാൻ ഹജ്ജിന് പോകുകയാണെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ എന്ത് ചെയ്യും, ദുആ ചെയ്യണം കേട്ടോ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, മറ്റേ പറയുന്നതിന് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് അങ്ങനെ ഇതിൻ്റെ കടണ്ട്, മറ്റേതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ബിസിനസ്സൊക്കെ ശരിയാവണം, മക്കളില്ലാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെ ദുനിയാവിൻ്റെ പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. ആരെങ്കിലും ഒരാൾ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടിയിട്ട്, എനിക്കും അതേപോലെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. കുറച്ചെങ്കിലൊക്കെ എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ട്, സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്, എൻ്റെ മക്കളൊക്കെ ഒന്ന് സ്വാലിഹാക്കി തരാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ തുടങ്ങി പരലോകത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആളുകൾ എന്തായിരിക്കും, കുറവായിരിക്കും. മനസ്സിലായി? അപ്പോൾ ദുനിയാവിന് വേണ്ടിയിട്ടാണ് അധികം ആളുകളും പല കർമ്മങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയ്യത്ത് അങ്ങനെ മാറിപ്പോകാൻ പാടില്ല. ചില ആളുകൾ ഇബാദത്ത് ചെയ്യുന്നത് തന്നെ എന്താണ്, നിസ്കരിക്കുന്നത്, ഞാൻ ഇപ്പം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചവനെ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അസുഖങ്ങൾ വരുമോ, കുടുംബം തകർന്നു പോകുമോ എന്ന് വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നിസ്കരിക്കാതിരിക്കാൻ അവൻ്റെ കാരണം എന്താണ്, ഇത്തരം ചിന്തകളാണ്. മറിച്ച് അള്ളാഹുവിനോടുള്ള പേടിയോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിനോടുള്ള ആഗ്രഹമോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരിക്കലും നമ്മുടെ കർമ്മങ്ങൾ ദുന്യാവിന് വേണ്ടിയിട്ട് ആകാൻ പാടില്ല. അപ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു മുസ്ലിം ചെയ്യേണ്ടത് നല്ല കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ നേർച്ച നേർന്നിട്ട് അള്ളാഹു ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും തരാമെന്ന് പറയുന്നൊരു ഏർപ്പാട് അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ നേർച്ച നേർന്നാലോ അത് പിന്നെ പൂർത്തീകരിക്കണം. അതൊക്കെയാണ് ഇവിടെ ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. മറ്റ് ആയത്തുകളിലും നേർച്ച പൂർത്തീകരിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തുന്നത് നേർന്നതിന് ശേഷം അത് പൂർത്തീകരിക്കുന്ന ആളുകളെയാണ്. അല്ലാതെ നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം ഇസ്ലാമിൽ കാണുക സാധ്യമല്ല. എങ്ങനെ അങ്ങനെയൊക്കെ നേർച്ച നേരുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ഇന്നമാ യുസ്തഖ്റജു മിനൽ ബഖീൽ, അത് മക്രൂഹാണ് അടിസ്ഥാനപരമായിട്ട്. ഒരാൾക്ക് അങ്ങനെ ചെയ്യാം, പക്ഷെ അത് സൂഉൽ അദബ് മഅ അല്ലാഹ്, അള്ളാഹുവിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മോശപ്പെട്ട മര്യാദയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകി, എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഈ ഒരൊറ്റ ചെറിയ കാര്യത്തിൽ തന്നാലേ, മനസ്സിലായോ, നമുക്കത് നമ്മളെ ദുന്യവിയായിട്ടുള്ള ആ ചിന്തയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. നമ്മളെ വാപ്പ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു, എന്നിട്ട് മകൻ പറയാം വാപ്പ ഇത് തന്നാൽ മാത്രമേ ഞാൻ നിങ്ങളെ അനുസരിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ബാപ്പൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ്, ബാപ്പ എന്നാൽ അത് ചെയ്തു തന്നിട്ടില്ലല്ലോ എന്ന് പറയുന്നത് എത്രത്തോളം എന്താണ് മര്യാദക്കേടാണ്. കാരണം ഇത്രയധികം ചെയ്തു തന്നു, എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചെയ്തു കൊടുത്തില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പ്രയാസം നൽകുന്നത് പോലെ എന്താണ്, അള്ളാഹ്ക്ക് നമുക്ക് തരാൻ അതിൻ്റെ ഖൈർ തരാൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ്. നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് നന്മയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ നേർച്ച നേർന്നിക്കുകയാണെങ്കിൽ പിന്നെ അത് പൂർത്തീകരിക്കണം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നേർച്ച നേരാൻ പാടില്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ അധികം ആളുകൾക്കും ഈ ഒരു സംഗതി അറിയില്ല. പണ്ടുള്ള വല്യമ്മമാരൊക്കെ അധികവും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വേഗമാണ് നേർച്ച തരലാണ്, എന്നാൽ പിന്നെ അതാണ്ട് തീർന്നോളും എന്നുള്ളൊരു രീതിയാണ് അവർക്കുള്ളത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വൽയൂഫൂ നുദൂറഹും വൽയത്തവഫൂ ബിൽ ബൈത്തിൽ അതീഖ്, അടുത്ത കൽപ്പന എന്ന് പറയുന്നത് പുരാതനമായിട്ടുള്ള ഗേഹത്തിൽ അവരെന്ത് ചെയ്യട്ടെ, തവാഫ് ചെയ്തു കൊള്ളട്ടെ, വലയം ചെയ്തു കൊള്ളട്ടെ എന്നാണ്. തവാഫിൻ്റെ കർമ്മത്തെ പറ്റി നമുക്കറിയാം. കഅബയിൽ മസ്ജിദുൽ ഹറാമിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണെന്ത്, തവാഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തവാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂടെ അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
വെറുതെയും തവാഫ് ചെയ്യാൻ പറ്റും. നമുക്ക് സമയം കിട്ടുന്ന സന്ദർഭത്തിൽ 7 പ്രാവശ്യം കഅബയെ ഇതുപോലെ തവാഫ് ചെയ്യാൻ പറ്റും. തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, ദിക്ർ ചൊല്ലാം, ഇങ്ങനെ തുടങ്ങി അനേകം കർമ്മങ്ങൾ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റും. തവാഫ് ചെയ്യാന്നുള്ളത് ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മമല്ലാതെ നമ്മൾ തവാഫ് ചെയ്യാന്നുള്ളത് എന്താണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അത് ചെയ്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ മത്താഫിൽ തവാഫ് ചെയ്യുമ്പോൾ ആ ഒരു രസം കിട്ടില്ല. കാരണം അവിടെ ഭയങ്കര തിക്കും തിരക്കാകുമ്പോൾ നമുക്കതൊന്ന് ആലോചിക്കാനും മര്യാദയ്ക്ക് ദുആ ചെയ്യാനൊന്നും സമയം കിട്ടില്ല. നേരെ മറിച്ച് ഒന്ന് മേലത്തെ റൗണ്ടിലൊക്കെ കയറിയിട്ടൊന്ന് തവാഫ് ചെയ്താൽ 7 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു അനുഭൂതി, വല്ലാത്തൊരു സന്തോഷം കിട്ടും. കാരണം അത്രയും സമയം നമുക്ക് അള്ളാഹുവിനെ സ്മരിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരലോകവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹിനോട് തുറന്നിങ്ങനെ ദുആ ചെയ്യാൻ പറ്റും. നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. എല്ലാവരും അങ്ങനെ ഇതുപോലെ എന്ത് ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു. മാത്രമല്ല കാലുകൊണ്ട് വയ്യാത്ത ആളുകളും മറ്റ് കണ്ണ് കാണാത്ത ആളുകളൊക്കെ നമ്മുടെ കൂടെ തവാഫ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൺകുളിർമയും മാനസിക അനുഭൂതിയൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് ആ അർത്ഥത്തിൽ തന്നെ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇല്ല, തവാഫ് എന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യമാണ്. 2 പ്രാവശ്യം മാത്രം വലയം ചെയ്തിട്ട് എൻ്റെ തവാഫ് കഴിഞ്ഞ് പറയാൻ പറ്റില്ല. 7 കൂടുതലാണ്. ആദ്യം 7 കഴിഞ്ഞു, 2 റക്അത്ത് നിസ്കരിച്ച് അതൊരു തവാഫ് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് വീണ്ടും ചെയ്യുക. അപ്പോൾ പിന്നെ 14 പക്ഷെ അത് തവാഫ് 2 ആയിന്നേ ഉള്ളൂ. 14 പ്രാവശ്യം ഞാൻ വട്ടം ചേർന്നതല്ല. തവാഫ് എന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യം ഇങ്ങനെ വലയം ചെയ്യുന്നതിനാണ്. വലയം ചെയ്യുന്നതല്ല, നമ്മളെ അടുത്ത ഭാഗത്താക്കിയിട്ട് ഇങ്ങനെ കറങ്ങുന്നതിന്, അതിനാണ് എന്ത് ചെയ്യുന്നത്, തവാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾക്കാർ 2 കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ 2 കഴിഞ്ഞാൽ എന്തല്ല, തവാഫ് പൂർത്തിയാവില്ല. 7 വേണം. ഓക്കെ, അങ്ങനൊന്നുമില്ല. മത്താഫിൽ ഇറങ്ങുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വലിയ തവഫു ബിൽ ബൈത്തിൽ അതീഖ്. അതീഖ് പുരാതനമായ ഗേഹം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് കഅബ പുരാതനമായ, അതീഖ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഒന്ന് സ്വതന്ത്രമായ ഗേഹം, ആരുടെയും ഉടമസ്ഥതയിലല്ല. നമ്മൾ കണ്ടിട്ടില്ല ചില ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റൊക്കെ ഏറ്റെടുത്ത സ്ഥലങ്ങൾ, ചില പുരാതനമായ സ്ഥലങ്ങൾ, അതാരും എന്തല്ല, അതിൻ്റെ ഓണർഷിപ്പ് ആർക്കും ഇല്ല. അത് അള്ളാഹുലേക്കാണ്. ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്കാണ്. അതിൻ്റെ ഓണർഷിപ്പ് ആർക്കുമില്ല. അതാണ് ഒരർത്ഥം. 2 പുരാതനമായിട്ടുള്ള ഗേഹം. അപ്പം മക്ക എന്ന് പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക, മക്കയിലുള്ള അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് നിർമ്മിച്ച പള്ളി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹി സ്വലാം നിർമ്മിച്ചു. ആ പള്ളി ഏതാണ്, കഅബയാകുന്നു, മക്കയിലെ പള്ളിയാകുന്നു. അതുകൊണ്ടാണ് ബൈത്തുൽ അതീഖ് പുരാതനമായിട്ടുള്ള പള്ളി ഗേഹം എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തവാഫ് എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. അപ്പം കഅബക്കല്ലാതെ തവാഫ് ചെയ്യാൻ പാടില്ല. മറ്റ് ജാറങ്ങളിലേക്കോ മഖബറകളിലേക്കോ ഒന്നും തവാഫ് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അടുത്ത ആയത്തിലേക്ക് നമുക്ക് നീങ്ങാം. ഇൻഷാ അല്ലാഹ് അതുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. അതിലൊരു പോയിന്റ് കൂടി പറയാറുള്ളത്, ബൈത്തുൽ അതീഖ് വലയം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, അത് കഅബയെ വലയം ചെയ്തുകൊണ്ടാണ് തവാഫ് ചെയ്യേണ്ടത്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഹിജ്ർ ഇസ്മായിൽ എന്താണ്, അതിന് പിറകിലൂടെ തവാഫ് ശരിയാവുള്ളൂ. ചില ആൾക്കാർ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്നത് എന്തല്ല, ആ തവാഫ് ശരിയാവില്ല എന്നാണ്. അതായത് കഅബയിൽ നമുക്ക് ഹിജ്ർ ഇസ്മായിൽ എന്നല്ല അതിന് ശരിക്കും പറയുന്നത് മഖാമു ഇബ്രാഹിം എന്നാണ്. അത് കഅബക്ക് പുറത്താണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തവാഫ് ചെയ്യാൻ പാടില്ല. അടുത്തായിക്കോട്ടെ, കഅബയുടെ അടുത്തായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു. അതെന്തല്ല, ശരിയല്ല. കാരണം എന്താണ്, ഈ കഅബക്ക് പുറത്താണ് തവാഫ് ചെയ്യേണ്ടത്. ഈ മഖാം ഇബ്രാഹിം എന്ന് പറയുന്നത് എന്താണ്, കഅബയുടെ ഉള്ളിലുള്ള സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള സ്ഥലം എന്ന് പറയുന്നത് എന്തല്ല, തവാഫ് ശരിയാവുന്നല്ല. അല്ല, ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത് തെറ്റാണ്. മഖാം ഇബ്രാഹിം എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. അതന്നെയാണ് മഖാം ഇബ്രാഹിം. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത് കഅബയുടെ ചുറ്റോടിയിട്ടുള്ള ഭാഗം. മനസ്സിലായി, ക്ലിയർ ആയി. അങ്ങനെയാ. അത് നബി സല്ലല്ലാഹു അലൈഹി കഅബയുടെ ഭാഗമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. പിന്നീട് ആ റൗണ്ടുള്ള ഭാഗം അതിൽ സുന്നത്ത് നിസ്കരിക്കാറുണ്ട് ആളുകൾ. പക്ഷെ അത് ഇപ്പോൾ തുറന്നു കൊടുക്കലുണ്ടോ എനിക്കറിയില്ല. ഇല്ല. ഓക്കെ, ഇനി അടുത്ത ആയത്തിലേക്ക് പോകാം. ذلك ومن يعظم حرمات الله فهو خير له عند ربه. وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور. ഓക്കെ, ذلك ومن يعظم حرمات الله. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന്, വമൻ യുഅദ്ദിം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഇദ്ഗാമാണ്.
നൂന് സാക്കിന യാ. അപ്പോൾ വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബി, അതൊക്കെ സാധാ പോലെ തന്നെയാണ്. വഹില്ലത്ത് ലക്കും വലനഅമു ഇല്ലാ മാ യുത്ല അലൈക്കും ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗല അസ്സൂർ. പ്രത്യേകിച്ചുള്ള തജ്വീദ് നിയമങ്ങളൊന്നുമില്ല. ദാലിക, അതായത് അത് എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അതായത് മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഗ്രഹിക്കുകയാണ്, പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിക്കുകയാണ്. വമൻ യുഅദ്ദിം ഹുറുമാത്തില്ല, ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഹുറുമത്തിനെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ കാര്യങ്ങളെ അവൻ മഹത്വവൽക്കരിക്കുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബി, അള്ളാഹിൻ്റെ അടുത്ത് എന്താണ്, ഓനത് ഖൈറാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ കാര്യങ്ങളെ പവിത്രപ്പെടുത്തുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹു പവിത്രമാക്കിയ ഒരു കാര്യത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കുക, അതിനെ തമാശയാക്കുക, കളവാക്കുക എന്നുള്ളത് എന്താണ്, വളരെ ഗുരുതരമായ തെറ്റാകുന്നു. എന്നല്ല പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഒരാളുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ കൂടി, എന്തുദ്ദേശത്തിലാണെങ്കിലും അള്ളാഹുവിനെയും പ്രവാചകനെയും കളിയാക്കുക എന്നുള്ളതാണ് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത് കളയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇനി ദാലിക വമൻ യുഅദ്ദിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് പറഞ്ഞിട്ട് അതിന് സമാനമായ മറ്റൊരായത്ത് കൂടി 2 ആയത്ത് കഴിഞ്ഞാൽ വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രസ്തുത സംഭവം സംഭവിക്കുന്നുണ്ട്. അതായത് മുനാഫിക്കുകൾ എന്ത് ചെയ്യുന്നു, സ്വഹാബികളെ കളിയാക്കുന്നു. സ്വഹാബികളെ കാണുമ്പം അവർ പറയുന്നത്, ഇത്രയധികം മുനാഫിക്കുകൾ പറയണം, ഇത്രയധികം പേടിത്തൊണ്ടന്മാരായ ഭക്ഷണക്കൊതിയന്മാരായ ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇതൊരു സ്വഹാബി കേൾക്കും. അങ്ങനെ അദ്ദേഹം ഇത് പ്രവാചകന്റെ അടുത്തേക്ക് പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ ആയത്തിറക്കുന്നുണ്ട്, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ വലയിൻ സഅൽതഹും, അവർ പറയുന്നത് ഇന്ന കുന്നാ നഖൂദു വ നലഅബ്, ഞങ്ങൾ തമാശക്ക് വെറുതെ ഇങ്ങനെ, നമ്മൾ 4 ആൾ കൂടുമ്പോൾ തമാശ പറയില്ലേ, അങ്ങനെ തമാശ പറഞ്ഞപ്പോൾ സ്വഹാബികളെ കണ്ടപ്പോൾ ഓലെ പറ്റി എന്ത് ചെയ്തതാണ്, കുറച്ചും മെലിഞ്ഞൊട്ടിയ ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ ആ അർത്ഥത്തിൽ അവരെ പറ്റി തമാശ പറഞ്ഞതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്ന മറുപടി, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ആയത്തുകളെയും അള്ളാഹുവിൻ്റെ പ്രവാചകരെയും വെച്ചിട്ടാണ് നിങ്ങൾ തമാശ പറയുന്നത്. ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഒരു ഒഴിവും പറയണ്ട, ഒരു ന്യായവും പറയണ്ടല്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കാഫിരീങ്ങളായിരിക്കുന്നു. അവർ മുഅ്മിനീങ്ങളായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സ്ഥാപിക്കുന്നുണ്ട്. ബഅദ ഈമാനിക്കും, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിലും നിങ്ങൾ എന്താണ്, കാഫിരീങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്തുകളെ തമാശക്ക് പോലും ഒന്നേ പാടില്ല, തമാശ പറയുക. അതേപോലെ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിൽ ഇസ്തിഹ്സാ ആയിട്ടുകൊണ്ട് അങ്ങനെയൊന്നും പാടില്ല. മാത്രമല്ല വേറെ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്തുൽ അൻആമിൽ പറയുന്നുണ്ട്, സൂറത്തുൽ നിസായിലൊക്കെ പറയുന്നത്, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി. അള്ളാഹുവിനെ തമാശ പറഞ്ഞ് അള്ളാഹിനും പ്രവാചകനൊക്കെ കളിയാക്കുന്ന ആളുകൾ അങ്ങനെ ഇരിക്കുന്ന മജ്ലിസിൽ നീ പോയാൽ എന്താണ്, പെട്ടെന്ന് എന്ത് ചെയ്യണം, അവിടെ നീച്ച് പോകണം. നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും അള്ളാഹിനും പ്രവാചകനും കളിയാക്കണമെങ്കിൽ നമ്മൾ അവരെ തടയുകയും അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യണം. അത്തരത്തിലുള്ള സദസ്സുകളിൽ അത്തരത്തിലുള്ള പരിപാടികളിലൊന്നും നമ്മൾ പങ്കെടുക്കാനും പാടില്ല. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ കാണാനും പാടില്ല. എന്ന ആൾക്കാർ അങ്ങനെയാണ്, എന്താ ഇപ്പോൾ ഇയാളൊക്കെ ഒന്ന് പറയണത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സകലമാന ആളുകൾ അള്ളാഹുവിനെയും പ്രവാചകനെയും ഒക്കെ കളിയാക്കുന്ന ആളുകളുടെ വീഡിയോകൾ, അത്തരം എത്തിസ്റ്റുകളുടെ, നിരീശ്വരവാദികളുടെ, മറ്റ് ലിബറൽസ് ചിന്തയുള്ള ആളുകളുടെ വീഡിയോസും അവരുടെ ചാനലുകളൊക്കെ കയറി ഇറങ്ങുന്ന ഒരു പ്രവണത നമുക്കിടയിലുണ്ട്. ഒരിക്കലും പാടില്ല. അള്ളാഹുവിനെയും പ്രവാചകനെയും കളിയാക്കുക എന്നുള്ളത് അതിഗുരുതരമായ കാര്യമാകുന്നു. ഒരാൾക്ക് എന്തെല്ലാം ഉദ്ദേശമുണ്ടെങ്കിലും അയാൾ തമാശക്ക് വെറുതെ പറഞ്ഞതാണെങ്കിലും ഖദ് കഫർതും ബഅദ ഈമാനിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണെന്ത്, അള്ളാഹുവിനെയും പ്രവാചകരെയും ഒക്കെ കളിയാക്കുക എന്നുള്ളത്. ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് ദാലിക വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബി, അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയതാണെന്ത്, കഅബ. ഹജ്ജിന്റെ ഒരു ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് കൊണ്ട് അധിക പണ്ഡിതന്മാരും ഇതിന്റെ തഫ്സീറിൽ പറയുന്നത് എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ കാര്യങ്ങളിൽ പെട്ടതാണെന്ത്, കഅബ, അതേപോലെ ഹറം പരിസരം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ഹദീസിൽ പറയുന്നുണ്ട്, യൗമ ഫത്ഹി മക്ക, മക്കം ഫത്തിൻ്റെ അന്ന് പ്രവാചകൻ പറയണത്, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ഈ പ്രദേശം എന്ന് പറയുന്നത് ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, പവിത്രമാക്കിയിട്ടുണ്ട്. ഫഹുവ ഹറാമുൻ ബി ഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ, അള്ളാഹുവിൻ്റെ ആ ഒരു പവിത്രമാക്കൽ കൊണ്ടത് എന്താണ്, അന്ത്യനാൾ വരെ ഇത് പവിത്രമായിരിക്കും. വ ഇന്നഹു ലം യഹില്ലൽ ഖിതാലു ഫിഹി ലി അഹദിൻ ഖബ്ലി, പ്രവാചകൻ ഫത്ഹു മക്കൻ്റെ അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മക്കം വിജയത്തിന് അന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട്, കാബയിലും അതിൻ്റെ പരിസരങ്ങളായിട്ട്. പ്രവാചകൻ ചെയ്തിട്ടില്ല, ആ യുദ്ധസംഘത്തിൽ, ആ സൈന്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയും ഇവിടെയൊക്കെ ചെറിയ ചെറിയ വരസലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ പറയാണെന്ത്, അള്ളാഹു ആർക്കും ഇവിടെ യുദ്ധം ചെയ്യാനുള്ള ഒരു അനുവാദം നൽകിയിട്ടില്ല, പക്ഷേ ഇന്നൊരു ദിവസം എനിക്ക് വേണ്ടി മാത്രം നൽകിയൊരു അനുവാദമാകുന്നു. വലം യഹില്ലലി ഇല്ലാ സഅത മിനൻ നഹർ, ആ പകലിലെ ചില സമയങ്ങൾ മാത്രം, ആ ഒരു മക്കം ഫത്തിൻ്റെ ആ ഒരു സന്ദർഭം മാത്രമേ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല
അനുവദനീയമാക്കി തന്നിട്ടുള്ളൂ. ഫഹുവ ഹറാമിൻ ബി ഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഇതുപോലെ പവിത്രമാക്കിയിരിക്കും എന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വലാ യുഅ്ളദു ഷൗക്കു, അവിടുത്തെ മുൾച്ചെടി പോലും എന്ത് ചെയ്യാൻ പാടില്ല, പറിച്ചെടുക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കഅബയിൽ പോകുന്ന ഹറമിൽ പോകുന്ന സമയത്ത് ഇനി അടുത്ത് പറയുന്ന കാര്യം നോക്കൂ. വല യുനഫറു സൈദു, അവിടുത്തെ വേട്ട മൃഗങ്ങളെ, വേട്ട വസ്തുക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, ജീവികൾ എന്ത് ചെയ്യാൻ പാടില്ല, ആട്ടി ഓടിക്കാൻ പാടില്ല. വേട്ട പിടിക്കാൻ പാടില്ല എന്നല്ല, വല യുനഫറു സൈദു, ആട്ടി ഓടിക്കാൻ പാടില്ല. അതിൽ പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയിട്ടുള്ള കാര്യമാണെന്ത്, ഇന്നിപ്പോൾ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ എന്താണ്, കുറേ പ്രാവുകൾ ഇങ്ങനെ തിന്നുന്നത്, അതിനെ പോയിട്ട് കുട്ടികളെ കണ്ടിട്ട് ഇങ്ങനെ പറപ്പിക്കുന്ന പരിപാടി, ഒന്ന് പേടിപ്പിച്ചിട്ട് അതിങ്ങനെ പറക്കുമ്പോൾ കാണാൻ രസമായിരിക്കും. പക്ഷെ അതുപോലും ചെയ്യാൻ പാടില്ല. വല യുനഫർ സൈദു, കാരണം ഈ പ്രാവ് എന്ന് പറയുന്നത് എന്താണ്, വേട്ടയ്ക്ക് പിടിക്കുന്ന ഒരു പക്ഷിയാണ്, അതുകൊണ്ട് അതിനെ പേടിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറെ സംഗതിയാണ് വല എൽത്തഖിത്ത് ഇല്ലാ മൻ അറഫഹ, ഹറമിൻ്റെ പരിസരത്ത് എന്തെങ്കിലും വീണ് കിട്ടിയാൽ എന്താണ്, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വീണ് കിട്ടിയെന്ന് നമ്മൾ ഏലാൻ ചെയ്യണം, അത് പരസ്യപ്പെടുത്തണം. അതിന് എനിക്ക് തോന്നുന്നു അവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളിങ്ങനെ വീണ് കിട്ടിയ സംഗതി അവിടെ എന്ത് ചെയ്യുക, കൊണ്ടുപോയി കൊടുത്താൽ അവർ അത് ഏലാൻ ചെയ്യും. അതിൻ്റെ ആവശ്യക്കാർ വന്നിട്ട് എന്ത് ചെയ്യും, അത് എടുത്തു പോകും. അത് നഷ്ടപ്പെട്ട ആളുകൾ അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ, തെളിവോട് കൂടി ഹാജരായി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു നൽകും. അല്ലാതെ നമുക്കെടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കുക പാടില്ല. സാധാരണഗതിയിലൊരു സംഗതി വീണ് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളത് പരസ്യപ്പെടുത്തുന്നു. ഒരു കൊല്ലം പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ സ്വാഹിബ്, അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം വന്നിട്ടില്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ പിന്നീട് എപ്പെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം വന്നാൽ തിരിച്ചു കൊടുക്കണമെന്ന് മാത്രം. പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ യഥാർത്ഥ സംഗതി നമ്മളെ കയ്യിലില്ലെങ്കിൽ പിന്നെ അതിന് തത്തുല്യമായ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നൽകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഹറമിൽ അങ്ങനെയല്ല നിയമം. ഹറമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അത് അയാൾക്ക് ഉപയോഗിക്കുക സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയധികം ഹറമിനും ഹറമിൻ്റെ പരിസരങ്ങൾക്കും സമാധാനവും പവിത്രതയും നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് ദാലിക വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ. ഹറം ബൗണ്ടറി നമ്മൾ കുറച്ച്, അതായത് അല്ല അത് നമുക്ക് അവിടെ ഓരോ സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാപ്പിൽ നോക്കി കാണാൻ പറ്റും. പോകുന്ന സ്ഥലത്തും അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഹറം ബൗണ്ടറി. അല്ല, അറഫ ഹറമിൻ്റെ പുറത്താണ്. ഓക്കെ. ഇനി വഹില്ലത് ലക്കുമുൽ അൻആമു ഇല്ലാ മാ യുത്ല അലൈക്കും ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലൽ സൂർ. വഹില്ലത് ലക്കും, നിങ്ങൾക്ക് അനുവദനീയമാക്കി നൽകിയിരിക്കുന്നു, അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു, അൽ അൻആം കന്നുകാലികൾ, ഇല്ലാ മാ യുത്ല അലൈക്കും നിങ്ങൾക്ക് ഓതപ്പെടുന്നതൊഴികെ. അപ്പോൾ ചില സംഗതികൾ നിങ്ങൾക്ക് ഓതി തരും, അതെന്താണ്, ഹറാമാണ്, ബാക്കിയുള്ളതൊക്കെ എന്താണ്, അനുവദനീയമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഓതപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്, സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ അൻആമിലൊക്കെ അതിൻ്റെ വ്യത്യസ്ത രൂപത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിശദീകരിച്ച് പറയുന്നത് സൂറത്തുൽ മാഇദയിലാണ്. ഹുരിമത് അലൈക്കുമുൽ മൈതത്തു വദ്ദമു വലഹ്മുൽ ഖിൻസിരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി വൽ മുൻഖനിഖത്തു വൽ മൗഖൂദത്തു വൽ മുതറദ്ദിയ എന്നൊക്കെ പറഞ്ഞിട്ട് ശവം, പരസ്പരം കൊത്തുകൂടി ചത്തത്, അതേപോലെ കഴുത്ത് എന്താ പറയുക വരിഞ്ഞു മുറുക്കി കൊന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച് പറയുന്നുണ്ട്. എങ്ങനെ ഏതൊക്കെ വസ്തുക്കളാണ് നമുക്ക് ഹലാലായിട്ടുള്ളത്, ഏതൊക്കെയാണ് ഹറാമായിട്ടുള്ളതെന്ന് സൂറത്ത് മാഇദയിൽ പറയുന്നുണ്ട്. മറ്റു ചില സൂറത്തുകളിലും അതിൻ്റെ വിശദീകരണം കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇല്ലാമായി യുത്ല അലൈക്കും, നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നതൊഴികെ ബാക്കിയൊക്കെ എന്താണ്, നിങ്ങൾക്ക് ഹലാലാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ അടിസ്ഥാന കായികയാണെന്ത്, അൽ അൻആമു അസ്ലുഹു ഹലാൽ എന്നാണ്. ഈ കന്നുകാലികളുടെ അടിസ്ഥാനം എന്താണ്, അത് ഹലാലാണ്. പിന്നെ ഹറാമാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം, വേറെ തെളിവ് വേണം. വേറെ തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഹറാമാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലൽ സൂർ. അപ്പോൾ നിങ്ങൾ ഫജ്തനിബു, നിങ്ങൾ ഒഴിവാക്കുക, റിജ്സ മാലിന്യം, മിനൽ ഔസാൻ വിഗ്രഹങ്ങളാകുന്ന മാലിന്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക, വജ്തനിബു ഖൗലൽ സൂർ അതേപോലെ കള്ളസാക്ഷ്യത്തെയും തെറ്റായിട്ടുള്ള വാക്കുകളെയും സംസാരങ്ങളെയും നിങ്ങൾ ഒഴിവാക്കുക. ഇജ്തനിബു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമായി കള്ളിനെ പറ്റി പറഞ്ഞാൽ എന്താണ്, ഫജ്തനിബു ലഅല്ലക്കും ഫജ്തനിബൂഹു എന്നാണ് പറയുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു, നിങ്ങളത് ഒഴിവാക്കുക. അപ്പോൾ കള്ള് നിങ്ങൾ ഒഴിവാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അതേ പ്രയോഗം തന്നെയാണ് ഇവിടെയും പറയുന്നത്. റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലൽ സൂർ. അവിടെ വേറെ കാര്യം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പം വിഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിന്യമായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. അപ്പോൾ വിഗ്രഹങ്ങൾ വിൽക്കാനോ വാങ്ങാനൊന്നും പാടില്ല, അത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ചില ആൾക്കാരെ ഞാൻ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളെ പോലുള്ള, അതായത് കുറച്ചൊക്കെ സലഫിയത്ത് പഠിച്ച് അഖീദ് മനസ്സിലാക്കിയ ആളുകളല്ല, അല്ലാത്ത വീടുകളിൽ കാണാൻ പറ്റും. ഈ ഫിറഔൻ്റെ ഒക്കെ ചില ഈജിപ്തിൽ നിന്നൊക്കെ കിട്ടുന്ന ചില മോഡലുകളുണ്ട്, ചെറിയ ചെറിയ വിഗ്രഹങ്ങളുടെയൊക്കെ ചില എന്താ പറയുക, അതിൻ്റെ സ്റ്റാറ്റ്യൂസ്, പ്രതിമകളൊക്കെ അവർ വീട്ടിൽ വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ വെക്കും. അതുപോലെ തന്നെ മറ്റ് നമ്മളെ പൂരങ്ങളിൽ നിന്ന് ഉത്സവങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില
ചിത്രങ്ങളൊക്കെ വീട്ടിൽ വെക്കുന്ന മുസ്ലിങ്ങൾ പോലുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഫജ്തനി ബുദ്ധിജിസമിനല്ല ഉത്താൻ, നിങ്ങളതെന്ത് ചെയ്യുക, പാടെ മാറിക്കളയുക. നമ്മളൊരു കള്ളിഷാപ്പ് കയറൂലല്ലോ. നമ്മൾ ചായ അടിക്കാനാണെങ്കിലും കള്ളിഷാപ്പ് കയറി ചായ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് യാതൊരു ഇടപാടിലും ഒരു മുസ്ലിം ഉണ്ടാവുക പാടുള്ളതല്ല. വജ്തനി ബു ഖൗല സൂർ, രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? കള്ളസാക്ഷ്യം പാടില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇജ്തനിബു എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്തനിബു എന്ന് വീണ്ടും എടുത്ത് പറഞ്ഞു. അത് അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നു. വേണമെങ്കിൽ അത്തുഫ് ചെയ്ത് വാവിട്ട് പറഞ്ഞാൽ മതി, ഫജ്തനിബു റിജിസ മിനൽ ഔസാനി ഖൗല സൂർ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ അർത്ഥം സെയിം തന്നെയാണ്. നിങ്ങൾ അത് ഒഴിവാക്കുന്ന അർത്ഥം കിട്ടി. പക്ഷെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജ്തനിബു എന്ന് പറയുന്ന ഫിഅലിനെ ആവർത്തിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ സംഗതി, എന്തുകൊണ്ട് വിഗ്രഹങ്ങളും കള്ളസാക്ഷ്യങ്ങളും ഒരുമിച്ച് പറഞ്ഞു? അതായത് ശിർക്കും കള്ളസാക്ഷ്യവും ഒരുമിച്ച് പറഞ്ഞു. ഒന്നാമത്തെ സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിലൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മനസ്സിലാകും, ഈ ഔലിയാക്കളുടെയും ഇവരുടെയൊക്കെ മക്കാമുകളും ജാറങ്ങളൊക്കെ നിലനിൽക്കണമെങ്കിൽ കുറേ കള്ളക്കറാമത്തുകൾ പറയണം, എന്നെങ്കിൽ ഇതൊക്കെ നിലനിൽക്കുള്ളൂ. കാരണം ആൾക്കാർക്ക് വിശ്വാസം വരണമെങ്കിൽ അത്രയധികം പടച്ചുണ്ടാക്കണം. ഇപ്പം മടവൂർ കാഫില എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയാനായിട്ട് കുറേ ചാനലുകളും അതിൻ്റെ കുറേ ആൾക്കാരും അതിൻ്റെ കുറേ ടീമും അത് വീഡിയോ ആക്കാനും പുറത്താക്കാനും അത് ചാനലാക്കാനും വാർത്തകളാക്കാനും ആൾക്കാർ. അപ്പോൾ അങ്ങനെ കള്ളസാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുള്ളൂ, നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി, ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കള്ളസാക്ഷ്യമാകുന്നു. കാരണം അള്ളാഹുവിനെതിരെ എന്ത് ചെയ്യാണ്, അയാൾ സാക്ഷി നിൽക്കുകയാണ്. അള്ളാഹുവിനെതിരെ കള്ളസാക്ഷ്യം നിൽക്കുന്നതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഷിർക്കിനെയും കള്ളസാക്ഷ്യത്തെയും പറ്റി പറയുന്നത്. മാത്രമല്ല, കള്ളസാക്ഷ്യം എന്ന് പറയുന്നത്, കള്ളം പറയുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെയധികം ഗുരുതരമായിട്ടുള്ള തെറ്റായിക്കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കബായിറുകളുടെ കൂട്ടത്തിൽ കള്ളസാക്ഷ്യത്തെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ പാർട്ടിക്കാരും അല്ലെങ്കിൽ നമ്മളെ നേതാക്കന്മാരും കുടുംബക്കാരൊക്കെ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കള്ളം പറയുക നമുക്ക് പാടുള്ളതല്ല. അതേപോലെ സ്ഥാനാർത്ഥികളായ ആൾക്കാർ അത് നൽകാം ഇത് നൽകാം, ഞാനിവിടെ ആകാണ് മാറ്റിമറിക്കുക എന്നൊന്നും കള്ളസാക്ഷ്യം പറയാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വാഗ്ദാനം നൽകുക. അത്തരം വാഗ്ദാനങ്ങൾ മാത്രമേ നമ്മളിനി അതിൻ്റെ പ്രചാരകനാണെങ്കിൽ കൂടി നൽകാൻ പാടുള്ളൂ. അതുകൊണ്ട് കള്ളം പറയുക എന്നുള്ളത് എന്തല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിലക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ മൊത്തത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഹജ്ജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ ഒരു മുഅ്ജിസത്ത്, ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഒരു അമാനുഷികമായിട്ടുള്ള ഒരു അത്ഭുതമാണ് ഹജ്ജിന് ആളുകൾ, ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കൂടുക എന്നുള്ളത്. നോക്കൂ, അവരുടെ കൂട്ടത്തിൽ ആരാണ് അവരൊക്കെ വിളിച്ചു ചേർത്തത്? അതൊരു അത്ഭുതമാണ്. ആരാണ് ഇത്രയധികം ആളുകളെ വിളിച്ചു ചേർത്തത്? വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം അന്ന് വിളിച്ച വിളിക്ക് ഇന്നും ആളുകൾ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ കറുത്ത ആൾക്കാരുണ്ട്, വെളുത്ത ആൾക്കാരുണ്ട്, മുതിർന്നവരുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, വലിയ വലിയ ലോക നേതാക്കളുണ്ട്, സാധാരണ പാമര ജനങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഒന്നും അറിയാത്ത ജാഹിലുകളുണ്ട്. അവരൊക്കെ ഒരേ വസ്ത്രത്തിൽ, ഒരേ രൂപത്തിൽ, ഒരേ കർമ്മങ്ങൾ, ഒരേ ചുവടുകളോടുകൂടി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ അത്ഭുതം തന്നെയല്ലേ? ഏത് പ്രസ്ഥാനത്തിന്, ലോകത്തിലെ ഏത് സിദ്ധാന്തത്തിന് ഇതുപോലെ ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കും? നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ കർമ്മങ്ങൾ ചെയ്തത്, ഇവിടെ ഓടാൻ പറഞ്ഞാൽ അവിടെ ഓടുക, അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കുക, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അവിടെ ചെയ്യുക. അതിന് ചോദ്യങ്ങളില്ലാത്ത കർമ്മങ്ങളാണ്. പ്രവാചകൻ എന്ത് പറഞ്ഞോ അത് ചെയ്യുക. സഅയിൻ്റെ അടിയിൽ ഇവിടെ ഈ പച്ച ലൈറ്റ് കാണുമ്പോൾ ഓടുന്നെ, അല്ലാതെ ഇപ്പോൾ എന്താ ഇവിടെ മാത്രം ഓടുന്നു, അപ്പുറത്തോടിയാലോ, അങ്ങനെ ചോദ്യങ്ങളില്ല. എങ്ങനെയാണോ കൽപ്പിച്ചത് അതുപോലെ കർമ്മങ്ങൾ നിർവഹിക്കുക. ആ കർമ്മങ്ങളെ ശിരസാവഹിച്ചുകൊണ്ട് ഇത്രയധികം ആളുകൾ അവരുടെ ഭാഷയും വേഷവും അവരുടെ മറ്റ് സാമൂഹിക നിലപാടുകളും ചുറ്റുപാടുകളൊക്കെ വൈവിധ്യമാണെങ്കിലും അവർ ആ കർമ്മത്തെ പാലിക്കുന്നു എന്നുള്ളത് ഇസ്ലാം ഇന്നും നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ്. ഇസ്ലാമിനെതിരെ മീഡിയകളിലൂടെ, മറ്റ് ഗവൺമെൻറ് മാധ്യമങ്ങളിലൂടെ, എല്ലാ സംവിധാനങ്ങളിലൂടെയും ഇസ്ലാമിനെതിരെ കള്ളങ്ങളും ആരോപണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹജ്ജ് വെച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റും, എവിടെ പോയി നിങ്ങളുടെ ആരോപണങ്ങൾ, എവിടെ പോയി നിങ്ങളുടെ കളിയാക്കലുകൾ, എവിടെ പോയി നിങ്ങളുടെ ആക്ഷേപങ്ങൾ? ഇത് ആളുകൾ ഒരു ഉറുമ്പ് തൻ്റെ ഭക്ഷണം ഒരുക്കി കൂട്ടുന്നത് പോലെ ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ സമ്പത്തിൽ നിന്ന് ഒരു അല്പം മാറ്റിവെച്ചുകൊണ്ട് ആളുകൾ ഹജ്ജിൻ്റെ ആഗ്രഹത്തോടു കൂടി പോകുന്നു. കർമ്മങ്ങൾ ഒരേ വിധത്തിൽ ചെയ്യുന്നു, പ്രവാചകനെ അനുധാവനം ചെയ്യുന്നു. ഇതൊക്കെ ഇസ്ലാം അനന്തകാലം, അവസാന നാൾ വരെ നിലനിൽക്കും. ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിജയിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൻ്റെ യഥാർത്ഥ സാക്ഷ്യമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഹജ്ജ് ചെയ്ത ആളുകൾക്ക് അത് സ്വീകരിക്കുകയും ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത സാധിക്കാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.
നമ്മൾ കേട്ടതും പഠിച്ചതും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.